ഗുഡ് മോർണിംഗ്. സ്കൂളൊക്കെ അടച്ചതുകൊണ്ട് ഇപ്പോൾ രാവിലെ ധൃതി പിടിച്ച് നേരത്തെ എണീക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. കുറച്ചധികം ലേറ്റായിട്ടാണ് എണീക്കുന്നത്. ഈ പല്ലിങ്ങനെ തേച്ചുകൊണ്ട് മുറ്റത്തൂടെയുള്ളൊരു നടപ്പ് അതെനിക്ക് പണ്ട് മുതലേ ഉള്ള ഏർപ്പാടാണ് കേട്ടോ. ഇപ്പം എൻ്റെ മക്കൾക്കും അത് പകർന്നിട്ടുണ്ട്. ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാട്ടോ ജഗന്നാഥൻ പല്ല് തേക്കണത്. പല്ല് തേപ്പൊന്നുമില്ല, ലാസ്റ്റ് എൻ്റെ ഒരു മൽപ്പിടുത്തം വേണ്ടി വരും. എന്നാലും അവൻ ആക്ഷനൊക്കെ ഇടുന്നുണ്ട്. അതിനിടയിൽ ഇതൊരു അപ്പൂപ്പൻ താടി. കുറേ ആയി ഇതൊക്കെ കണ്ടിട്ട്. മക്കളൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ കേട്ടോ. എല്ലാവർക്കും ഞാൻ ആ അപ്പൂപ്പൻ താടി പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ അപ്പൂപ്പൻ താടിയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ എന്തോ സന്തോഷമാണ്. പണ്ടൊക്കെ എപ്പോഴും കാണാമല്ലോ, ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കാണുന്നുള്ളൂ. പിന്നെ നേരെ പ്രാവിൻ്റെ അടുത്തേക്ക് പോയി. അത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറുകൽ കൂടുതലാണ് രാവിലെ ആകുമ്പോൾ. അത് നിങ്ങൾക്കറിയാം, ഞാൻ ഫുഡ് കൊടുക്കാൻ അങ്ങോട്ട് ചെല്ലുമെന്ന്. അപ്പം ഒരു ചെറിയ പ്രാവുണ്ട്, പിന്നെ ഒരു പ്രാവ് മുട്ടയ്ക്ക് അടയിരിക്കുന്നുണ്ട്. അപ്പം അതുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തു. രാവിലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ഈ മുറ്റടി കേട്ടോ. രാവിലെയൊക്കെ മഴയുള്ള ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്ന് മഴയത്തിറങ്ങി മുറ്റടിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ആ മുറ്റത്ത് തന്നെ ഒരു കൊന്നയുണ്ട്. ആ കൊന്നപ്പൂക്കളാണ് കൂടുതലും മുറ്റത്ത് വീണ് കിടക്കുന്നത്. അതാണ് അടിച്ചു വരാനുള്ളത്. കാരണം ഈ കൊന്നയ്ക്ക് വേഗം പൂത്തിട്ട് വിഷുവാകുമ്പോഴത്തേക്ക് പൊഴിഞ്ഞു പോകാനുള്ളതാണ്. ചായ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ചീകി കെട്ടി വെക്കാം എന്ന് വിചാരിച്ചിട്ട് മുടി അഴിച്ചപ്പോഴാണ് എനിക്ക് എന്നെ സങ്കടം വന്നു. കാരണം ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഡ്രൈ ഉള്ള ഹെയറൊന്നുമല്ല, എന്നാലും ചില സമയങ്ങളിൽ ഭയങ്കര ഡ്രൈ ആവാറുണ്ട്. അപ്പം ഇതെന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ, അതായത് ഡ്രൈനെസ് കണ്ടിട്ട് ചോറ് തിന്ന് സമാധാനിക്കാം എന്നതല്ല കേട്ടോ എൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ട് നമ്മുടെ ഹെയർ കുറച്ച് നല്ല സിൽക്കിയായി സ്മൂത്താക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെമഡി കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ ഹെയർ ചില സീസൺ വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും. അപ്പം ഇന്ന് നമുക്കത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവനെ, നമ്മുടെ ചോറിനെ ഈ രൂപത്തിലല്ല, ഇവൻ്റെ രൂപം ഒന്ന് മാറ്റാനുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ചോറും കൂടെ ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. സാധാരണ നമ്മൾ തലയിൽ തേക്കുന്ന നമ്മുടെ ഓയിൽ. അപ്പം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ ഹെയർ അയക്കാം. ഇത് കുറച്ച് ഇങ്ങനെ ഇത്തിരി ഈ ഒരു ഇതിലെടുത്തിട്ട് സ്ട്രിപ്പാക്കിയിട്ട് അതിനകത്ത് തേച്ച് കൊടുക്കണം. നമുക്ക് തലയിൽ കൈകൊണ്ട് എടുത്തിടാനുള്ളൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ വേണം ഇടാൻ. ഇതിങ്ങനെ തേച്ച് പിടിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഹെൽപ്പിന് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിക്കാം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൈ കഴക്കും. ഈ കുറച്ച് ഇത്തിരി ഇങ്ങനെ സ്ട്രിപ്പ് എടുത്ത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എല്ലായിടത്തും ആയി കിട്ടും. ഒരുമിച്ച് തേക്കുമ്പം അത്ര കിട്ടില്ല. കൂടുതൽ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചക്ക് ഒരു 2 വട്ടമൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഫുള്ള് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ. ഫുള്ള് തേച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്ക് ഇതിൽ കൂടെ ഒക്കെ തരാപ്പാര നടന്നിട്ട് എന്നിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം. ഒരു 1/2 മണിക്കൂർ മുടിയിൽ വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ വാഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കണ്ണാടിയിൽ വന്നിട്ട് ചീപ്പൊക്കെ എടുത്ത് ഒന്ന് ചീകി നോക്കി. ഇപ്പോൾ ഇതേ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതിങ്ങനെയാണ് കേട്ടോ. നോക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഉണക്കി വന്നതാട്ടോ. അപ്പോൾ ഡ്രൈനസ്സൊക്കെ പോയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്ന പാക്കാണ്, എനിക്ക് നല്ല റിസൾട്ടും കിട്ടാറുള്ള പാക്കാണ്. അപ്പോൾ ആഴ്ചയിൽ 2 വട്ടം ഇങ്ങനെ ചെയ്യണം കേട്ടോ. എൻ്റെ മടിയുടെ അസ്ഥിത കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ നല്ല ഡ്രൈ ആയി എന്ന് തോന്നുമ്പം മാത്രമാണ് ഇങ്ങനത്തെ പാക്കൊക്കെ ചെയ്യാറ്. അപ്പം നല്ല ഡ്രൈനസ്സൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. ചോറ് വെക്കാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ. ചോറും ഓയിലും മാത്രം മതി നമുക്ക്. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.